കോഴിക്കോട് ബാലുശ്ശേരി വേട്ടയ്ക്കൊരു മകൻ പരദേവതാ ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരും വിശ്വാസികളും തമ്മിൽ തർക്കം. ക്ഷേത്രത്തിൽ നിന്ന് 20-ലധികം പവൻ മോഷണം പോയ സാഹചര്യമുണ്ട്. ആ മോഷണം പോയ സ്വർണം തിരികെ എത്തിക്കുകയും ഗൂഢാലോചനയിൽ പങ്കാളികളായവരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നുമാണ് ഭക്തരുടെ ആവശ്യം. സമഗ്ര അന്വേഷണം നടത്തണമെന്നും ഭക്തർ ആവശ്യപ്പെട്ടു. വിശ്വാസികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഒടുവിൽ ദേവസ്വം ജീവനക്കാർ പോലീസിന് പരാതി നൽകിയത്. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലെ വേട്ടയ്ക്കൊരു മകൻ പരദേവതാ ക്ഷേത്രത്തിലാണ് വലിയ രീതിയിലുള്ള ഒരു കളവ് നടന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഭക്തർ ഇവിടെ സമർപ്പിക്കുന്ന സ്വർണം ഇപ്പോൾ നിലവിൽ അത് കാണാനില്ല. ഏകദേശം 20 പവനോളം സ്വർണം കാണാനില്ല എന്നുള്ളതാണ് പരാതി. പക്ഷേ കൃത്യമായ കണക്കുകൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. അതിനു പിന്നിൽ തന്നെ ദുരൂഹതയുണ്ട്. കാരണം ഇത്രയും വർഷമായിട്ടും ഇത്രയും സ്വർണം പോയിട്ടും അതിന് കൃത്യമായ കണക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കൃത്യമായ ദുരൂഹതയുണ്ട്. നിലവിലുള്ള ദേവസ്വം ജീവനക്കാർ പറയുന്നത് മുൻപുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കൈവശമാണ് ഈ ഒരു നഷ്ടപ്പെട്ട സ്വർണം ഉള്ളത് എന്നായിരുന്നു പറയുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ കൃത്യമായൊരു ഗൂഢാലോചന നമുക്ക് സംശയിക്കാൻ കഴിയും. ഗൂഢാലോചന വളരെ വ്യക്തമാണല്ലോ. ഇതിൽ കേവലം ഒരു ഉദ്യോഗസ്ഥന് മാത്രമാണ് പങ്ക് എന്നുണ്ടായിരുന്നെങ്കിൽ എന്നോ ആ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നടപടിയെടുക്കാമായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ്റെ സ്വത്ത് കണ്ടുകെട്ടാവുന്ന സാഹചര്യത്തിലേക്ക് കടത്താമായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും ചെയ്യാത്തത് അതിൻ്റെ മുകളിൽ നടപടി എടുക്കേണ്ടുന്ന ആളുകൾക്ക് കൂടി ഇതിൽ പങ്കുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണല്ലോ. ഇതിലെ ഇപ്പോൾ ദേവസ്വം ബോർഡ് ജീവനക്കാർ ഇപ്പോൾ പരാതി എഴുതിയിട്ടുണ്ട്. അതിൽ തൃപ്തരാണോ? അതിൽ തൃപ്തരല്ലാത്തതുകൊണ്ട് അവരോട് നിർബന്ധമായും അത് മാറ്റി എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പരാതി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ആ നഷ്ടപ്പെട്ടിട്ടുള്ള 160 ഗ്രാം സ്വർണം എന്ന് പറഞ്ഞാൽ 20 പവൻ സ്വർണം അത് തിരിച്ചു കിട്ടണം, അതിനു വേണ്ടിയുള്ള നടപടി എടുക്കണം എന്ന് മാത്രമേ പരാതിയിലുള്ളൂ. അതുകൊണ്ട് അതിൽ തൃപ്തരല്ല. ഇതിനെപ്പറ്റി അന്വേഷണം നടത്തണം, കുറ്റക്കാരെ കണ്ടെത്തണം, അവർക്കെതിരെ നടപടി വേണം. കുറെ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു കളവും കൂടിയാണ് ഇത്. കുറെ വർഷങ്ങളായി നാട്ടിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും മലബാർ ദേവസ്വം ബോർഡിന്റെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വാർത്ത കേട്ട സമയത്ത് നമ്മൾ വിചാരിച്ചത് ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ശബരിമല പോലുള്ള വലിയ ക്ഷേത്രങ്ങളിലാണ് എന്നാണ്. ഇപ്പോൾ അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ തൊട്ടടുത്തുള്ള പല ക്ഷേത്രങ്ങളിലും മലബാർ ദേവസ്വം ബോർഡ് അവിശ്വാസികളെ ഭരണത്തിൽ കുത്തി നിറച്ച് ഈ ക്ഷേത്രം കൊള്ളയടിച്ച് കൊണ്ടുപോവുകയാണ്. മറ്റൊരു രീതിയിൽ ക്ഷേത്രം നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢ പദ്ധതിയാണ്, അതിൻ്റെ ആസൂത്രണമാണ്. അതിനെ തടഞ്ഞേ പറ്റുള്ളൂ. ഇനി BJP എന്ത് രീതിയിലുള്ള പ്രക്ഷോഭമാണ് ഇതിനെതിരെ, ഇത്തരത്തിലുള്ള കൊള്ളക്കെതിരെ നടത്താൻ പോകുന്നത്? BJPയുടെ ആത്യന്തികമായ ആവശ്യം നിങ്ങൾക്കറിയാം. ക്ഷേത്ര ഭരണത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള അവിശ്വാസികളായിട്ടുള്ള ആളുകളെ, രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്തി ക്ഷേത്രഭരണം ഭക്തന്മാരെ ഏൽപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായി BJPയുടെ ആവശ്യം അതാണ്. ഇപ്പം നിലവിൽ ഈ പ്രശ്നങ്ങളിൽ ഇവിടെ ഈ തരത്തിൽ കട്ടുകൊണ്ടുപോകുന്നതിന് കൂട്ടുനിന്നിട്ടുള്ള ഇതിനകത്തുള്ള ഉദ്യോഗസ്ഥന്മാർ, പുറത്തുള്ള ഉദ്യോഗസ്ഥന്മാർ, മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ, ഇവർക്കൊക്കെ എതിരെ നടപടിയെടുത്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലെ സംഭവമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതുപോലെ പല ക്ഷേത്രങ്ങളിലും ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നല്ല, 1-2 ക്ഷേത്രങ്ങൾ ഞാൻ ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ നിർമ്മല്ലൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഇത്തരത്തിലുണ്ട്. അവിടെ CPMന്റെ ഏരിയ കമ്മിറ്റി നിശ്ചയിച്ചിട്ടുള്ള ആളുകളാണ് ഭരണസമിതി അംഗങ്ങൾ. മാത്രമല്ല ഭക്തന്മാരായിട്ടുള്ള CPMകാരെ അതിൻ്റെ അകത്തുനിന്ന് ഒഴിവാക്കിയിട്ടുള്ള പ്രശ്നം നിർമ്മല്ലൂരിൽ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ ധാരാളം സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള കടന്നുകയറ്റവും ഈ തരത്തിലുള്ള വെട്ടിക്കൊള്ളയും ഉണ്ട്. തീർച്ചയായും ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് BJP റൂറൽ ജില്ലാ പ്രസിഡന്റ് ദേവദാസൻ മാസ്റ്ററാണ്. ഇത്തരത്തിലുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ ഈ രീതിയിലുള്ള കളവ് നടക്കുന്നുണ്ട്, വെട്ടിപ്പ് നടക്കുന്നുണ്ട്, അഴിമതികൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ അത് വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഇവയെല്ലാം തന്നെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടത്തും. മാത്രമല്ല മറ്റു പല ക്ഷേത്രങ്ങളിലും ഈ രീതിയിലുള്ള പരിശോധനകളും കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്ന രീതിയിലുള്ള പരിശോധനകൾ നടത്തണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അതോടൊപ്പം തന്നെ ഭക്തർക്ക് ഈ ക്ഷേത്രങ്ങൾ എല്ലാം തന്നെ കൈമാറി നൽകണം, വിശ്വാസികൾ ഈ ക്ഷേത്രങ്ങൾ ഭരിക്കണം എന്നൊരു ആവശ്യം കൂടി, നിർദ്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുണ്ട്.